ഹലോ, ഇന്ന് നമുക്ക് ഈ ആകാശത്തു നിന്ന് വന്ന ചാർട്ട് കൊണ്ട് ഒരു പരിപാടി ഉണ്ട്. വേറൊന്നല്ല, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വിൻറ്റേജ് ജേർണൽ സപ്ലൈസ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ചാർട്ട് അതിൻ്റെ ക്ഷമയുടെ പകുതി മുക്കാലും പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വലിക്കുമ്പോഴോ അങ്ങോട്ട് പോവുക. ഈ ചാർട്ടിന് തനി സ്വഭാവം അറിയില്ല. ഇനി പറഞ്ഞാൽ തന്നെ ഒന്നും ഉണ്ടാകാൻ പോകണില്ല. അങ്ങനെ കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഞാൻ ചാർട്ടിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ഈ കുത്തുന്നത് എന്താന്ന് നോക്കണ്ട, ഒരു ട്രാൻസിഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ഒത്തു വരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ റെഡിയാക്കി. തുടക്കത്തിലെ മൂഞ്ചി തുടങ്ങിയോണ്ട് അവസാനത്തേക്കും അതന്നെ ഞാൻ പ്രതീക്ഷിക്കണുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ജേർണൽ സപ്ലൈസ് നമ്മളുടെ എല്ലാ വീഡിയോസിൻ്റെ ഇടയിലും കമൻറ്റ് ചെയ്യണ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് പ്രകാരം കേട്ടോ. പിന്നെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ ചാർട്ടിൽ ആദ്യം തന്നെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്ന് വരച്ചു തുടങ്ങിയാൽ നാളേക്കാണ് വീഡിയോ എടുക്കുന്നുണ്ടാവുക. സോ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് വാഷി ടബ്സ് ആണ്. സോ അതിനു വേണ്ടി ഞാൻ ഒരു വിൻറ്റേജ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ബ്രൂ ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ബ്രൗൺ കളറ് പെയിൻ്റ് എടുത്താലും മതി. എന്നിട്ട് ആ ബ്രൂവിലോട്ട് അത്യാവശ്യത്തിലധികം വെള്ളം ഒഴിച്ചിട്ട് അത് ആ ഒരു വാഷി ടബ്സിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇനി ബ്രൂവിൻ്റെ പകരം പെയിൻ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ചായ ഉണ്ടാക്കാൻ നേരത്ത് പാല് തികയാതെ വരുമ്പം ഒരു ലോഡ് വെള്ളം ഒഴിക്കൂലേ, അതുപോലെ ആ പെയിൻറ്റിലോട്ട് അത്യാവശ്യത്തിലധികം വെള്ളം ഒഴിക്കുക. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന പകുതി മുക്കാൽ ഐറ്റംസിലും ഒരേ ഡിസൈന് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ആകെ അറിയണത് അതേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വാഷി ടാപ്പിൻ്റെ കളറ് ഞാനൊരു പർപ്പിൾ കളറാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് തേർഡ് ആൻഡ് ഫൈനൽ വാഷി ടാപ്പ് ഞാൻ ഫിലിം സ്ട്രിപ്സ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ബ്രൗൺ കളർ വാഷി ടാപ്പിൽ ഞാൻ ഗ്രിഡ് ലൈൻസിൻ്റെ ഡിസൈനാണ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 3 വാഷി ടാപ്സാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബുക്കിലെ പേജ് കീറിയിട്ട് അതിൽ ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഇതുപോലെ ബ്രൂ ഒക്കെ ആയിട്ട് അടിച്ചു കൊടുത്തിട്ട് വാഷി ടാപ്സ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതവിടെ അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പേർപ്പിൾ കളറിൽ കുറച്ച് പൂക്കൾ അടിമടിയൊക്കെ കണ്ടിട്ട് വിതറിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ പൂ വരയ്ക്കണ പരിപാടി നല്ല സുഖമുണ്ടായിരുന്നു. ഇനി ഇതൊരു വാഷി ടേപ്പാക്കി മാറ്റണമല്ലോ. അപ്പോൾ അതിന് ഇതുപോലെ റൗണ്ടിൽ കുറച്ച് പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഗമ്മാക്കിയിട്ട് അതിൻ്റെ എൻഡ് ഭാഗം വാഷി ടാപ്പിൻ്റെ എൻഡ് ഭാഗം മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് മാറ്റുക. ഇനി ഇത് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാനും ഒരു ടാപ്പായിട്ട് കാണാനും ഇതുപോലത്തെ ഒരു ചെറിയ തിൻ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ടാപ്സും അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫൈനലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്.